അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അതായത് ഞായറാഴ്ചത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഈസ്റ്ററിന്റെ നോയമ്പിന്റെ അവസാനത്തെ ഞായറാഴ്ച, അതായത് ഇന്നാണ് ഓശാന തിരുനാളായിട്ട് അല്ലെങ്കിൽ കോഴിക്കോട്ടെ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. നോക്കണേ ഈ കടയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള മീൻ എന്തിട്ടാ തിന്നാനായിട്ട്? ഇതിപ്പോൾ ഞണ്ടാണത്. ഞണ്ട് ഒറ്റമുള്ളതാണ്. അപ്പോൾ അതേ രാവിലെ തന്നെ നല്ല ഒന്നാന്തരം നാടൻ വറ്റിയ മുള്ളനും വന്നേക്കേണ്ട. ഈ ഒരു സമയത്ത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന മീനുകളാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റ, നാടൻ വറ്റയും നാടൻ മുള്ളനും. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാത്ത നമ്മുടെ നാട്ടുകാരില്ല. ഇത് ആര് കണ്ടിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ വാങ്ങിച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ അത് ആ തട്ടിലോട്ട് ചൊരിഞ്ഞില്ലേ, അപ്പം തന്നെ ആ സംഭവം വിറ്റ് തീർന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ചേട്ടന് കിട്ടിയ തുകയാണ് നിങ്ങളിപ്പോൾ കണ്ടത്, 2226 രൂപ. ആ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു ചേട്ടൻ കുറച്ച് ഞണ്ട് മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും വലുപ്പുണ്ടായിരുന്ന ഞണ്ടായിരുന്നു, അതെങ്കിലും അത് വാട്ടായിരുന്നു. പിന്നെ അത് ഒരു ചാക്കിലാക്കിയിട്ട് കുറച്ചധികം കാളഞ്ചായിട്ട് വേറൊരു ചേട്ടൻ വന്നൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ച പോലെ തന്നെ നമ്മുടെ കടയിൽ ഇപ്പോൾ അത്യാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളാഞ്ചി തന്നെയാണ്. നല്ല ജീവനുള്ള 1.5 കിലോ 2 കിലോ മാക്സിമം സൈസ് വരുന്ന കാളാഞ്ചികളാണ് ഇതിലുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതേ ഈ കാണുന്നത് ഇത് നമ്മുടെ കടയിലോട്ട്, നമ്മുടെ കടകളിലോട്ട്, നമ്മുടെ 3 കടകളിലോട്ടുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഐസുകളാണ്. അപ്പോൾ അതേ നമ്മുടെ കൃഷ്ണൻകോട്ടയിലെ കടയിൽ ഇറക്കിയിട്ട് ബോക്സിലോട്ട് ചൊരിഞ്ഞിട്ട് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ഐസാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ചൊരിഞ്ഞിടുന്ന കാഴ്ചയാണ്. അപ്പോൾ അത് നമ്മൾ ഐസ് സ്റ്റോർ ചെയ്യുന്നൊരു പെട്ടിയാണ് ഈ കാണുന്നത്. ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഐസ് ഒട്ടും തന്നെ മെൽറ്റായി പോവാതെ നമുക്ക് അതിലിട്ടിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യാനുസരണം ഇന്നത്തെ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റോട്ടോ. അങ്ങനെ രാവിലെ സമയത്തായിരിക്കട്ടെ പല വെറൈറ്റി ഐറ്റംസ്, മീനായാലും ചെമ്മീനായാലും ഞണ്ടായാലും ഈ കാണുന്ന പോലെ വരുന്നത്. ചീനവലക്കാരൊക്കെ കൂടുതലായിട്ടും നമ്മുടെ കടയിൽ മീൻ കൊണ്ടുവരുന്ന സമയം ഇത് തന്നെയാണ്. ഇതേ കണ്ടില്ല, ഇതെന്ന് പറഞ്ഞാൽ ചീനവല ഇടുന്നൊരു ചേട്ടൻ ആ വലയിൽ കിട്ടിയ 2 തരത്തിൽ 2 വലിപ്പത്തിലുള്ള ചെമ്മീൻ കൊണ്ടുവന്നിക്കണേണ്ട നോക്കി. അതായത് നാരങ്ങ മീനാണ് രണ്ടും. നാരങ്ങ മീൻ നമ്മുടെ കടയിൽ ഇന്ന് വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 രൂപയുടെ മുതൽ 380, ഏറ്റവും വലിപ്പമുള്ളതിന് 380 വേണ്ട നമ്മൾ വിറ്റത്. അപ്പോൾ അതേ അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മുടെ കടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റമേഴ്സായിട്ടും മീനും ചെമ്മീനൊക്കെ കൊണ്ടുവരുന്നവരായിട്ടും കണ്ടില്ലേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടൻ ചെമ്മീനാണ് ആ ചേട്ടൻ കൊണ്ടുവന്നേക്കുന്നത്. പല കെട്ടുകാരുടെ ചെമ്മീനും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ചൂടൻ ചെമ്മീൻ 160 മുതൽ 200 രൂപ വരെയായിരുന്നു ഇന്നത്തെ വില. അതേപോലെ തന്നെ കരിമീൻ ഉണ്ടായിരുന്നെങ്കിലും വളരെ കുറവായിരുന്നു. കരിമീൻ അറിയാലോ, എപ്പോഴും ഏതൊരു സമയത്തും ഡിമാൻഡുള്ള ഒരു മീനാണ് കരിമീൻ. അതുകൊണ്ട് തന്നെ കരിമീൻ എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് മദ്യം വരാത്തൊരു സമയമാണ് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പല വെറൈറ്റി മീനുകളും ചെറുതായിട്ടും വലുതായിട്ടും പല വെറൈറ്റി മീനും ചെമ്മീനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നോക്കി നിന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള മീനും ചെമ്മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സമയത്ത് ഞായറാഴ്ച പ്രത്യേകിച്ച് ജോലിക്കാർക്കൊക്കെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ജോലിക്കാരാണ് ഈ രാവിലെ സമയത്ത് വന്നിട്ട് മീനും ചെമ്മീനൊക്കെ വരുന്നത് കാണാനും അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ടും വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇന്ന് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കാളാഞ്ചികൾ മാത്രമായിരുന്നു. പിന്നെ 1-2 ചെറിയ പിലോപ്പിയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കാളാഞ്ചികളായിരുന്നു. കാളാഞ്ചിക്കിലെ തല കമിഴ്ന്ന് കിടക്കുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജീവനുണ്ട്. അത്യാവശ്യം പരിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. പിന്നെ നമ്മുടെ ചാക്കോച്ചേട്ടനൊക്കെ ഏരിയും സീതമ്മയാണെങ്കിൽ കരിമീനൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എംബ്രർ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. നല്ല വറ്റിക്കാനായാലും വറക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. നമ്മുടെ അംബിക ചേച്ചി ആയിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് ചെമ്മീൻ നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നല്ല വലുപ്പമുള്ള ചെമ്മീൻ കണ്ട. അംബിക ചേച്ചിയുടെ ചെമ്മീൻ നന്നാക്കാനുള്ള സ്പീഡ് നോക്കി. അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ചേച്ചിയാണ് കേട്ടോ. ഈ ചെമ്മീൻ നന്നാക്കാനായിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അംബിക ചേച്ചിക്ക്. അതേപോലെ തന്നെ സീതമ്മയ്ക്കാണെങ്കിൽ കരിമീൻ്റെ കാര്യത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നല്ല സ്പീഡിൽ നല്ല വൃത്തിയാക്കിയിട്ട് സീതമ്മ കരിമീൻ ചെത്തി ഇടണത് നിങ്ങൾ നോക്കിക്കോട്ടെ. കണ്ടില്ലേ, പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് ഒരു കരിമീൻ അങ്ങോട്ട് ചെത്തി തീർന്നു.
അപ്പോൾ ഞാൻ നമ്മുടെ ചൂണ്ടിടലല്ല ഫിഷിംഗ് ചലഞ്ച്, അതായത് വലയിട്ടായാലും ചൂണ്ടിയിട്ടായാലും നമ്മളൊരു ചലഞ്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചാക്കോച്ചേട്ടൻ സീതമ്മയായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വീഡിയോ കണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു എന്തായാലും നമുക്ക് ഏറ്റവും വലിപ്പമുള്ള ഒരു കാളാഞ്ചിക്ക് തന്നെ പ്രൈസ് കൊടുക്കണം. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചെമ്മീനുണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ, നമ്മളൊരു പരിപാടി തുടങ്ങുന്നുണ്ട് ഈ മാസം തന്നെ, അടുത്ത മാസം തന്നെ നമ്മൾ ഉണക്ക ചെമ്മീൻ്റെ ഡെലിവറി, ഓൾ ഇന്ത്യ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഇപ്പോൾ തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് ഇടാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ ഇന്ന് ഉണ്ടായിരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള കക്കറിച്ചിയാണിത്. കക്കറിച്ചി എന്ന് പറയുമ്പോൾ 260 രൂപക്കാണ് ഈ വലിപ്പമുള്ള കക്കറിച്ചി നമ്മളിന്ന് വിറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കക്കറിച്ചി ഉണ്ടാവും. ആവശ്യക്കാരൊക്കെ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കക്കറിച്ചി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കോട്ടെ. എന്നിട്ടാ നോക്കണേ ക്യാമറയിൽ എന്തിട്ടാ ഈ കടയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള മീൻ എന്തിട്ടാ തിന്നാനായിട്ട് കഴിക്കാനായിട്ട്? കരിമീനാണോ? അതെ. അപ്പോൾ എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് വരെ കട ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, എന്തായാലും തെറ്റുകളും കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പരമാവധി എന്തായാലും മെച്ചപ്പെടുത്തി വരും എന്തായാലും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.